ഹായ് ഹലോ നമസ്കാരം ജിഷയാണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്കൊരു കാപ്പിച്ചീനോ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ കാപ്പിച്ചീനോ എന്നൊക്കെ ചിലരൊക്കെ കേട്ട് കാണുന്നുണ്ടാവും, ചിലരൊക്കെ കുടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവും. നമുക്കിന്നത് ഒരു കാപ്പിച്ചീനോ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഞാനതിന് ഒരു ഇൻസ്റ്റൻറ്റ് കോഫിപ്പൊടി വേണം. നമ്മുടെ സാധാ കോഫിപ്പൊടി പോരാ, ഇൻസ്റ്റൻറ്റ് കോഫിപ്പൊടി വേണം. അതിന് ഞാൻ 2 രൂപയുടെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒറ്റ യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന കോഫി പൗഡറാണ്. കാരണം ഇൻസ്റ്റൻറ്റ് കോഫി പൊടിയൊക്കെ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കട്ടയായി പോകും എന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ 2 രൂപയുടെ പാക്കറ്റ് കിട്ടും. ഇങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 2 രൂപയുടെ 5 രൂപയുടെ ഒക്കെ നമ്മുടെ അടുക്കളയുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പറ്റുന്നവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതിന് നമുക്ക് പിന്നെ വേണ്ടത് കോഫിപ്പൊടി പറഞ്ഞു, പിന്നെ നമ്മുടെ പാല് തിളക്കാൻ വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ചൂടുവെള്ളം വേണം. ഒരു സ്പൂണ് ചൂടുവെള്ളം നമുക്ക് ചൂടാക്കാൻ വേണ്ടി അതും വെക്കണം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫിപ്പൊടി നമ്മൾ പൊട്ടിച്ച് നമ്മളൊരു ഗ്ലാസ്സിനകത്തേക്ക് ഇടാം. ഇത് ഞാനിവിടെ നമ്മുടെ സ്റ്റീലിൻ്റെ കുപ്പിയുടെ ഗ്ലാസ്സിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മഗ്ഗിലൊക്കെ ഉണ്ടാക്കാം, അപ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുക നമുക്ക് ഇതുപോലുള്ള കുപ്പിയുടെ ഗ്ലാസ്സിൽ ഉണ്ടാക്കിയല്ല. അപ്പോൾ ആ കോഫി പൗഡർ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 സ്പൂണ് പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യം നോക്കിയിട്ടിടാം നമുക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകുമ്പോഴാണ് ഇത് നമ്മുടെ കാപ്പിച്ചിനോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ 1 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി എന്ത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചാൽ ചൂടുവെള്ളം, അത് 1 സ്പൂൺ ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ലോണം നല്ല തിളച്ച ചൂടുവെള്ളമായിരിക്കണേ. പിന്നെ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട്, ഇത് മറ്റേ ബീറ്ററൊക്കെ ഉള്ളവരാണെങ്കിൽ കുറേ ക്വാണ്ടിറ്റി അധികം ഉണ്ടാക്കുന്നവർക്ക് ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുകയും ചെയ്യാം. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈ ബീറ്ററൊന്നും ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കാപ്പിച്ചിനോ കുടിക്കണ്ടേ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഈ സ്പൂണ് വെച്ചിട്ട് നമ്മുടെ ഈ പഞ്ചസാരയും നമ്മുടെ കോഫിപ്പൊടി, ഇൻസ്റ്റൻറ്റ് കോഫിപ്പൊടിയും പഞ്ചസാരയും ചൂടുവെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായി സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പഞ്ചസാര ഇതൊക്കെ അലിയുന്നതിനനുസരിച്ച് നമ്മുടെ ഈ കോഫിപ്പൊടി ഇപ്പോൾ ഉള്ള കളർ കണ്ട നല്ല ഡാർക്ക് കളറല്ലേ, അത് നന്നായിട്ട് ഫ്ലഫി ആയി വരുമ്പോൾ നല്ല ക്രീമി കളറായി, നല്ല ബ്രൗൺ കളർ കുറച്ച് മാറി ലൈറ്റ് കളറിലേക്ക് മാറി വരും. ഇതുപോലെ ക്രീം കളറായി വരുന്നവരെ നമ്മളിത് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടും നമ്മുടെ ഈ കോഫി പൗഡറും പഞ്ചസാരയും ചൂടുവെള്ളവും ചേർത്തത്. അപ്പോൾ ഇതിന് ഒരു 5 മിനിറ്റ് നമ്മൾ നന്നായി ബീറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ കോഫി നമുക്ക് അങ്ങനെ ഇന്നൊരു എന്ത് ചെയ്യാം, നമ്മളെ കാപ്പിച്ചീനോ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറായി കഴിക്കാം ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇത് നല്ല ബീറ്ററൊക്കെ വെച്ച് നല്ല ക്വാണ്ടിറ്റി നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നല്ല തിളച്ച് കുറച്ച് പാല് നന്നായിട്ട് തിളച്ചോട്ടെ. നല്ല കുറച്ച് പാലിനൊരു കട്ടി വരാൻ വേണ്ടി നല്ലോണം തിളക്കുമ്പം കുറച്ച് കട്ടിയായി വരുമല്ലോ പാല്, വെള്ളമൊക്കെ ഒന്ന് വറ്റുമ്പോൾ. അങ്ങനെ നന്നായിട്ട് പാല് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് എടുത്തത്. പക്ഷേ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ കടുപ്പ് അത്ര അധികം കടുപ്പാകുമ്പോൾ ഇഷ്ടപ്പെടില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാനിത് കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി ഒഴിച്ചു. ഇപ്പോൾ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഇത്ര കടുപ്പം ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് ഞാൻ മറ്റേ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലിങ്ങനെ ഒഴിച്ച് അതിലേക്ക് വരുമ്പോൾ നോക്കിയാൽ നല്ല ക്രീമി ആയിട്ട്, ഒന്നിനകത്ത് ഞാൻ കുറച്ച് ഒഴിച്ചുള്ളൂ, നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട. മറ്റേത് നോക്കൂ, ഇത് നല്ല ക്രീമി ആയിട്ട് നമ്മുടെ ഇത് കാപ്പിച്ചീനോ വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നല്ല മേലെയൊക്കെ നല്ല പത പോലെ നല്ല ക്രീമി ആയിട്ട് നല്ല ഇതായിട്ട് കുറുകിയായിട്ട് വന്നിട്ടുണ്ട്. നോക്കിയാൽ നല്ല ടേസ്റ്റാണ്, അത് കുടിക്കാനും നല്ല ടേസ്റ്റാണ്. കടുപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം, എത്ര മധുരം വേണം എന്നൊക്കെ ഉള്ളത് നമുക്ക് തീരുമാനിക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കോഫി പൗഡറൊക്കെ ഇങ്ങനെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡെക്കറേറ്റൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ഹാർട്ട് ഷേപ്പിലൊക്കെ വരച്ച് വെച്ചാൽ നല്ല പൗഡർ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ കാപ്പിച്ചീനോ നോക്കിയാൽ നല്ല ക്രീമി കാപ്പിച്ചീനോ റെഡിയായി. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നല്ലൊരു കാപ്പിച്ചീനോ കുടിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ.